ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മേഘ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടുനോക്കുക, നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോസ്. ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീനാണ്. എനിക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ കിട്ടിയത് ചെമ്മീനാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കാൻ, എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാവുകയാണ്. അതിന് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്, ആ ചെമ്മീനിൽ നമുക്ക് ആവശ്യമുള്ള ചെമ്മീൻ എടുത്തിട്ട് കുറച്ച് അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ വെവിക്കുക. അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരില്ലേ, ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്തിരി കളറും ചേഞ്ചായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് വെള്ളം മാറ്റാം. ഇതെൻ്റെ മേമയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ സ്വതവേ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് കുറച്ച് നേരം പിടിച്ചു ചെമ്മീൻ നന്നാക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെമ്മീൻ നന്നാക്കണ വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടാം. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ചെമ്മീൻ നന്നാക്കണ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗത്തിരുന്നിട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് കറി ഉണ്ടാക്കാൻ 1.5 ഇഞ്ച് ഇഞ്ചി, അത് ഒരു ചട്ടിയിൽ, ഞാൻ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രം എടുക്കാം. മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ സ്വാദ് കൂടുതലുണ്ട് പറയുന്നത് കൊണ്ടാണ് ഞാൻ സ്വാദ് കൂടുതലുള്ളത് കൊണ്ടാണ് അതിൽ. പിന്നെ കുറച്ച് ഉള്ളി, ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായി ചതച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളക്, അതിൽ ഞാൻ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി കുറച്ച് അധികം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഉള്ളി നന്നാക്കാൻ മടിയാണെങ്കിൽ കുറച്ച് എടുക്കാൻ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്. പച്ചമുളക് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതിവിടെ ഉണ്ടായതാണ്, നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു മുളകിൻ്റെ പകുതി ഭാഗം ഒക്കെ എടുക്കുന്നുള്ളൂ, പകുതി എടുക്കുന്നില്ല, ഭാഗം എടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് ഉടച്ച് ചേർക്കുക. ഈ മൂന്നും കൂടിയിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഉടച്ചെടുക്കുക. ഞാൻ കൈ കൊണ്ടാണ് ഉടയ്ക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടുനോക്കുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ വീഡിയോസ്. അങ്ങനെ വേപ്പിൻ്റെ ഇല ഒഴിച്ചു, നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം, ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതിലേക്ക് മുളക് പൊടി 2 സ്പൂണും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് അത് ഇടുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കൊത്തെടുക്കും. ഇത് ഞാൻ നാളികേര പോലെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 2ാം പാല് ആണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് കുറച്ച് 1ാം പാൽ ഒഴിക്കാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇത് കുറുകുന്നത് വരെ തിളച്ച് വന്ന് നന്നായി കുറുകി വരുമ്പോൾ മാത്രം ചെമ്മീൻ ഇട്ടാൽ മതി. ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉപ്പിടുക. തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ
കുടപ്പുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി മാങ്ങ കിട്ടിയില്ല. കുടപ്പുളിയാണ് ഉപയോഗിക്കുന്നത്. കുടപ്പുളി ചൂടുവെള്ളത്തിൽ കഴുകി അതും അതിൽ ചേർക്കുന്നുണ്ട്. മീനിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പൂണിൽ ഇളക്കരുത്. ചെമ്മീനായ കാരണം ഉടഞ്ഞു പോവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സ്പൂണിട്ടിട്ട് ഇളക്കുന്നത്. അല്ലെങ്കിൽ ചട്ടി ഇങ്ങനെ ഇതാക്കിയാൽ മതി, വടിച്ചെടുക്കില്ല അങ്ങനെ. ഇതിപ്പോൾ കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് കുറച്ച് നാളികേരപ്പാലും ഒഴിച്ചിട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ചട്ടി നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ തൃശ്ശൂർക്കാരായ കാരണം ഞങ്ങൾക്ക് എല്ലാ കറിയിലും കാച്ചി ഒഴിക്കുന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് കുറച്ച് ഉള്ളി കാച്ചി ഒഴിക്കുന്നുണ്ട്. ഉള്ളിയും വേപ്പിലും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അതൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കൊരു കറിയായി. ഇനിയൊരു ഉപ്പേരി കൂടി വെക്കണമെന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നാളെ ചക്ക കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുരു ഇരിക്കുന്നുണ്ട്. ചക്കക്കുരു ആണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ് ചേട്ടനൊക്കെ. അപ്പോൾ അതെന്നാൽ ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അത് കാച്ചാനിട്ട് ഉള്ളിയും മൂപ്പിക്കാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ, അതുകൊണ്ടാണ് ആ ഭാഗം കാണിക്കാഞ്ഞത്. അറിയാത്തവരുണ്ടെങ്കിൽ എണ്ണയും വെളുത്തുള്ളിയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുത്തിപ്പൊടി മുളകും കൂടിയിട്ട് മൂപ്പാവുമ്പോൾ നമ്മുടെ ഈ ചക്ക കുരു കൂടി അതിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിന് നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ അല്ലേ ചക്കക്കുരു. നമ്മൾ ചക്കയുടെ ഒന്നും കളയാൻ പാടില്ല എന്നല്ല പറയുന്നത്. ചക്കക്കുരു നല്ല ആരോഗ്യ ഗുണങ്ങളും ക്യാൻസറിന് വരെ പ്രിവെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. അതൊരു ഉപ്പേരിയാക്കിയിട്ട് അത് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ചക്കക്കുരു ചെമ്മീൻ കറി നാടൻ വിഭവമാണ് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽ ഇങ്ങനത്തെ നാടൻ റെസിപ്പീസും ചെറിയ എൻ്റെ ഡെയിലി ലൈഫും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കണേ. ഇതാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച്.